വിശദമായ വാർത്തയിലേക്കാണ്. വയനാട് കളാടി മീനാക്ഷി പാലത്ത് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് 9 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മന്ത്രിമാരായ ടി സിദ്ദിഖും എ.പി. അനിൽകുമാറും ഉടൻ അപകട സ്ഥലത്തെത്തും. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്ഥിതി വിലയിരുത്തി. ഡി ബിനോയ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും 3 മരണമെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണോ? എന്തായാലും വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് ഉണ്ടായ ദുരന്തത്തിൽ ഇപ്പോൾ 3 മരണം സ്ഥിരീകരിക്കുകയാണ്. 9 പേരെയാണ് നിലവിൽ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഏതാനും പേർ നിലവിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളടക്കം. മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോഴും തുടരുന്ന മഴ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം വെല്ലുവിളി നേരത്തെ ഉണ്ടാക്കിയിരുന്നത്. എന്നാലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 യൂണിറ്റ് അടക്കം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മന്ത്രിമാരായ ടി സിദ്ദിഖും എ.പി. അനിൽകുമാറും ഉടൻ അപകട സ്ഥലത്ത് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കം സ്ഥിതി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായ സംഭവ സ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിഭീകരമായ ദൃശ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ മേപ്പാടി മണ്ണിടിച്ചിലിന്റെ അതിഭീകര CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജീവന് വേണ്ടി ഓടുന്ന മനുഷ്യരടക്കം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എത്രയോ ഭീകരമായ രീതിയിലാണ് മണ്ണിടിഞ്ഞ റോഡിലേക്ക് എത്തുന്നത്. ലോറിയടക്കം ഈ ഒരു മണ്ണിടിച്ചിലിന്റെ ആ ഒരു വേഗതയിൽ തെന്നി മാറുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. രക്ഷപ്പെട്ട് ഓടുന്ന മനുഷ്യരെ അടക്കം നമ്മൾ കാണുകയാണ്. അത്രത്തോളമാണ് ആ സ്ഥലത്തുണ്ടായ ദുരന്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. മണ്ണിടിഞ്ഞ് റോഡിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. പാലത്തിനടുത്ത് കിടന്നിരുന്ന ലോറി അടക്കം ഈ ഒരു അതിഭീകരമായ മണ്ണിടിച്ചിലിൽ തെന്നി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എത്രത്തോളം ദൂരം സഞ്ചരിച്ചാണ് ആ ലോറി അടക്കം എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനടിയിൽപ്പെടുന്ന മനുഷ്യർ ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രദേശത്താകെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരെയൊക്കെ രക്ഷാപ്രവർത്തനം അവർക്കായുള്ള തെരച്ചിലടക്കം ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യമാണ് ദുരന്ത മേഖലയിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്രത്തോളം ഭീകരമാണ് ആ ഒരു സംഭവ സ്ഥലത്തുണ്ടായ ദുരന്തമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? 3 മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ലോറിക്കൊപ്പം ഓടിയെത്തുന്ന വളരെ ചുരുക്കം പേർ, ഏകദേശം 4ഓളം പേർ മാത്രമാണ് ഇപ്പുറത്തേക്ക് കടക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് ആ മണ്ണ് വലിയ തരത്തിൽ ഇടിഞ്ഞു വരുന്ന സ്ഥലത്ത് നിരവധി പേർ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട്, വ്യക്തമാണ്. പക്ഷേ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. കാരണം കണക്കുകൾ അനുസരിച്ച് 7 പേരെ കാണുവാനില്ല എന്നാണ്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോഴേക്കും ആ മണ്ണിടിച്ചിൽ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക്
അപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ഒരാളിനെ കാണാം, ഒരു റെയിൻകോട്ട് ഇട്ട് ഓടിപ്പോകുന്ന കാണാം. അവിടെ നിന്ന് ഓടി വരുന്ന 3-4 പേരെ കാണാം. പക്ഷേ അതിനും അപ്പുറത്ത് ആ റോഡിൻ്റെ ഭാഗത്ത് കുറേ ആളുകൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഓടി മാറുന്ന ദൃശ്യങ്ങളും ഒരു വാൻ, ഒരു മിനി ബസ് ഉൾപ്പെടെ അവിടെ നിന്ന് ഒലിച്ചു പോകുന്നതുമൊക്കെ കാണാൻ കഴിയും. പക്ഷേ ആ സ്ഥലത്തൊക്കെ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള നീക്കം ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. മരണം 3 കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 9 പേർ ആശുപത്രിയിൽ ഉണ്ട്. ഇതിൽ പ്രധാനമായും ഈ 3 പേരുടെ മരണവും 3 പേരെയും മണ്ണിനടിയിൽ നിന്നാണ് പുറത്തേക്ക് എടുത്തത്. അതിൽ ഒരാൾ ആ സംഭവ സ്ഥലത്ത് പുറത്തെടുത്തപ്പോൾ തന്നെ മരണമടഞ്ഞിരുന്നു. ബാക്കിയുള്ളവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും അപകടത്തിൻ്റെ തീഷ്ണത വളരെ വലുതാണ്. വലിയ അപകടം അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്രയ്ക്ക് രൂക്ഷമായ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. സമീപത്തുള്ള ഒരു കടയിൽ, ഒരു ഹോട്ടലിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിലെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലാണ് അപകടത്തിൻ്റെ ഒരു തീഷ്ണമായ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കാണാം ആ മീനാക്ഷി പാലത്തിൽ വെള്ളം കൊണ്ടുവരുന്ന ആ വണ്ടി, ലോറി അവിടെ കിടപ്പുണ്ട്. ആ ലോറിയും ആണ് ആ മണ്ണിനോടൊപ്പം തന്നെ ഒലിച്ച് ഇപ്പുറത്തേക്ക് വരുന്നത്. അതിനടിയിൽ പെട്ടുപോയ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഉൾപ്പെടെ വരുന്ന വളരെ ഭീകരമായ ദൃശ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു രൂക്ഷ അവസ്ഥ നമുക്ക് തന്നെ വ്യക്തമാകുന്നതാണ്. എന്തായാലും ഇതിനകത്ത് 1-2 പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രതിസന്ധികളായി ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ അവിടെ, അതായത് കഴിഞ്ഞ 2 ദിവസമായി അവിടെ പെയ്യുന്ന മഴ 226 മില്ലിമീറ്ററാണ്. അതായത് ഒരു പ്രദേശത്ത് പെയ്യാൻ കഴിയുന്നതിൽ അധിക മഴ അവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മേപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല അവരുടെ മുന്നിൽ ഒരു വലിയ ദുരന്തമായി നിലകൊള്ളുകയാണ്. ചൂരൽമലയുടെ നേരെ എതിർഭാഗത്തുള്ളതാണ് ഈ കള്ളാടിമല എന്ന് പറയുന്ന മല. ആ മലയുടെ ഒരു ഭാഗത്തു കൂടിയാണ് പുതിയ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ആ പാതയുടെ മുഖഭാഗം, അതായത് തുടങ്ങുന്ന ഭാഗത്ത് വലിയ തരത്തിൽ പാറ പൊട്ടിച്ചിട്ടാണ് ഈ ഗുഹ നിർമ്മിച്ചു പോകുന്നത്. അതിന് സമീപത്തുള്ള മണ്ണാണ് ഇടിഞ്ഞു നീങ്ങിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് മണ്ണും വെള്ളവുമായി തൊട്ടടുത്തുള്ള മീനാക്ഷിപുരം പാലത്തിലേക്ക് പതിക്കുന്നു. അത് പിന്നീട് അതിനടിയിലേക്കാണ് ആളുകൾ പെടുന്നത്. അവിടെ ഒരു ചായക്കടയും ഒപ്പം തന്നെ ഈ തൊഴിലാളികളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ വിശ്രമിക്കുന്ന ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അതിനപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഇവിടേക്കൊക്കെ തന്നെ മണ്ണും വെള്ളവും പാഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പുഴയുടെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്തുള്ളൊരു വീടിൻ്റെ പകുതിയോളം മണ്ണിനടിയിലാണ്. അങ്ങനെ ആ പ്രദേശത്തെ, അതായത് ഏകദേശം ഒരു 300 മീറ്ററോളം ചുറ്റളവിൽ വലിയ തരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ്. മീനാക്ഷി പാലത്തിന് അപ്പുറവശത്ത്, അതായത് മണ്ണിടിഞ്ഞ ഭാഗത്ത് വീടുകളിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവരവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. റെഡ് അലർട്ടാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മേപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നേരത്തെ തന്നെ ദുരന്തമുണ്ടായതുകൊണ്ട് തന്നെ ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് എടുത്തു മാറ്റിയ സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ജില്ലാ കളക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഏത് സമയത്തും അവിടെ ഒരു അപകടത്തിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മൺസൂൺ, അതായത് മഴക്കാലം കണക്കിലെടുത്തുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകൾ അവിടെ നിന്ന് മാറ്റണം എന്നൊരു നിർദ്ദേശം നോട്ടീസായി തന്നെ നൽകിയിട്ടും ആ കരാറുകാർ അത് മാറ്റിയിട്ടില്ല എന്ന ഒരു പരാതി രൂപേണ തന്നെ മുഖ്യമന്ത്രി അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ അവിടെ ജോലിക്കില്ലായിരുന്നതാണ് എന്നാണ് കരാറുകാർ പറയുന്നത്. പക്ഷേ കരാറുകാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കൂട്ടിയിട്ടിരുന്ന മണ്ണല്ല ഒലിച്ചു പോയത്, പകരം മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കരാറുകാരും പറയുന്നു. എന്തായാലും ദുരന്തം ചെറുതല്ല, വളരെ വലുതാണ്. ജീവനുകൾ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഇനി കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇതിൽ ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധികളില്ല, പ്രശ്നങ്ങളില്ല, അപകടനില ധരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനി കണ്ടെത്താനുള്ളത് മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടിരിക്കുന്ന കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അത് വളരെ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ഒരു 4 മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ തുടങ്ങി. അതിന് തൊട്ടു
പിന്നാലെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അവരായിരിക്കും രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം നേതൃത്വം നൽകുക. അപ്പോൾ ഈ രണ്ടുപേരും അവിടെ ഉടൻ തന്നെ എത്തിച്ചേരും. അതേസമയം അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. കാരണം ആ പ്രദേശത്തെ മണ്ണ് ഇനി നീക്കണം. അതിനുശേഷം മാത്രമേ കാണാതായവരേക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പൂർണ്ണ തോതിൽ നടത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും ഇടപെട്ട് ആ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. മഴ ഒരു ഭീഷണിയായി തുടരുന്നുണ്ട്. ഒപ്പം ഇതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 2009 ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ മണ്ണിടിഞ്ഞ സ്ഥലത്തൊക്കെ സമീപത്തായിട്ട് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നുവെന്ന് അവിടുത്തെ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ കമ്പനി പാലിച്ചിട്ടില്ല എന്ന ആരോപണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. കാരണം അവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ബലമുള്ള മണ്ണല്ല. അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് യോഗ്യമായ ഭൂമി കൂടി അല്ല എന്നുള്ളത് നേരത്തെ തന്നെ ചില പരിസ്ഥിതിവാദികളൊക്കെ ഉന്നയിച്ചിരുന്നതാണ്. ഈ പ്രശ്നങ്ങൾ കോടതിക്ക് മുന്നിലൊക്കെ എത്തിയതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടക്കമാണ് ഇപ്പോൾ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകും. ഈ അപകടത്തിൻ്റെ തീഷ്ണത വളരെ വലുതാണ്. കാരണം ആ ദൃശ്യങ്ങൾ, നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത്രയധികം വലിയ തരത്തിലുള്ള അപകടം. വാഹനങ്ങൾ പോലും ഒലിച്ചു പോകുന്നു. ചില വാഹനങ്ങൾക്ക് മുകളിലേക്ക് മണ്ണും ചെളിയും ആഴ്ന്നിറങ്ങുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ശരി, അതുതന്നെയാണ്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 3 മരണം സ്ഥിരീകരിക്കുന്നു. ഇനി കാണാതായവർക്കായുള്ള തെരച്ചിലടക്കം പുരോഗമിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇനി മരണസംഖ്യ ഉയരുമോ എന്നത് വരും മണിക്കൂറിലെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും കരകയറി വരുന്നതിനിടയിൽ നിന്നാണ് ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി വയനാട് കാർന്നു തിന്നുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടം ക്ഷണിച്ചു വരുത്തിയെന്നൊരു വിലയിരുത്തലടക്കം മന്ത്രിമാരടക്കം നടത്തുന്നുണ്ട്. എങ്കിലും രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിൽ കാണാതായവരുടെ നില സംബന്ധിച്ച ആശങ്ക ഇപ്പോഴും നമുക്ക് നിലനിൽക്കുകയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിയ നിരവധി പേരുണ്ട്. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ മൂടിപ്പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ നിന്നടക്കം. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഡി ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.